ഒക്ടോബർ 3-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ST മെജോറിറ്റി വില്ലേജുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീം ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ഒരു പാക്കേജ് എന്ന് ധർത്തി ആബ ജയന്തിയ ഗ്രാം ഉത്കർഷ് അഭിയാൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഷെഡ്യൂൾഡ് ട്രൈബ് വില്ലേജുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു സ്കീം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ധർത്തി ആബ ജൻജതിയ ഗ്രാമ ഉത്കർഷ് അഭിയാൻ എന്നാണ് പദ്ധതിയുടെ പേരായിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ടും ട്രൈബൽ മെജോറിറ്റി വില്ലേജുകളിൽ വെൽഫെയർ സ്കീംസ് ആണ് എന്നുകൂടി ഓർത്ത് വെക്കുക. ഇത് ജാർഖണ്ഡിലെ ഹസാരിബാഗ് ജില്ലയിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇത് റീസെന്റ് ആയിട്ട് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു PM ജൻജതീയ ഉന്നത് ഗ്രാം അഭിയാൻ എന്ന് പറയുന്ന ഒരു റൂറൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ തൊഴിൽ നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തൊഴിൽ മാർഗം ഉണ്ടാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്കീം ഉണ്ടായിരുന്നു. അതിനെ റീനെയിം ചെയ്തിട്ടാണ് അതിനൊരു വെൽഫെയർ സ്കീമായിട്ട് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ചാൽ അവിടെ ബേസിക് സാച്ചുറേഷൻ കൊണ്ടുവരിക. ഏകദേശം 63,000-ഓളം ഷെഡ്യൂൾ ട്രൈബുള്ള മെജോറിറ്റി വില്ലേജുകളും ഷെഡ്യൂൾ ട്രൈബ് മെജോറിറ്റി ആയിട്ടുള്ള വില്ലേജുകളിലും 550-ഓളം ജില്ലകളിലുമായിട്ടാണ് 550 ജില്ലകളിൽ ഇത്രയും 63,000 വില്ലേജുകളിലായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം പോകുന്നതായിട്ടുള്ളത്. ഇതിന്റെ പേര് ബിർസ മുണ്ട എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തിട്ടുള്ള ട്രൈബൽ ലീഡറുടെ പേരിൽ നിന്നാണ് ഈ ഒരു സ്കീമിന് പേരെടുത്തുള്ളതെന്ന് ഓർക്കുക. ഇതിൽ ഏകദേശം 25-ഓളം ടാർഗറ്റഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനവും അതുപോലെ തന്നെ വെൽഫെയർ സർവീസുകളാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 79,000 കോടി രൂപയാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ സെൻട്രൽ ഗവൺമെന്റ് 56,000 കോടി കോൺട്രിബ്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ് ഗവൺമെന്റ് 22,000-ഓളം കോടി രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ധർത്തി ആബ ജജന്തിയ ഗ്രാം ഉത്കർഷ് അഭിയാൻ. നമുക്ക് ST കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീംസിന്റെ വിശദാംശങ്ങൾ പറയാവുന്നതാണ് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, ജമ്മു ആൻഡ് കാശ്മീരിൽ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു, അസംബ്ലി ഇലക്ഷൻസ്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലെ നിലവിലെ പൊളിറ്റിക്കൽ സാഹചര്യം, അവിടുത്തെ ആവശ്യകതയെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ജമ്മു ആൻഡ് കാശ്മീരുമായി ബന്ധപ്പെട്ടുള്ള ഒരു എഡിറ്റോറിയൽ ഉണ്ട്, അതുപോലെ തന്നെ ലഡാക്കിന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കഷനിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ജമ്മു ആൻഡ് കാശ്മീരിലെ അസംബ്ലി ഇലക്ഷൻസ് ആണ്. 5 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ അസംബ്ലി ഇലക്ഷൻസ് നടക്കുന്നതായിട്ടുള്ളത്. അതായത് ജനാധിപത്യ പ്രക്രിയ പുനഃസ്ഥാപിക്കപ്പെടുന്നതെന്ന് പറയാൻ വേണ്ടി വരും. കഴിഞ്ഞ 2014 ലാസ്റ്റ് ഇലക്ഷൻ നടന്ന സമയത്ത് 65.7% വോട്ടിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 63.5%, ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഒരു 2.2% കുറവാണ്. റീസെന്റ് ആയിട്ട് അവിടെ ലോക്സഭാ ഇലക്ഷൻ ജനറൽ ഇലക്ഷൻ നടക്കുമ്പോൾ 58.5% ഉണ്ടായിരുന്നത്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആൾക്കാർ കൂടുതൽ താല്പര്യത്തോടെ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വർഷങ്ങളായിട്ട് എന്താണ് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറ്റം ഉണ്ടായെന്ന് വെച്ചാൽ 2018 ജമ്മു ആൻഡ് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയും, ജമ്മു ആൻഡ് കാശ്മീരിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു 2 യൂണിയൻ ടെറിട്ടറികളാക്കി മാറ്റിയത് വഴി അവിടുത്തെ ഇലക്റ്റഡ് ആയിട്ടുള്ള അസംബ്ലിയെ ഡിസോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ സ്പെഷ്യൽ സ്റ്റാറ്റസ് നഷ്ടപ്പെടുകയും ആർട്ടിക്കിൾ 370 പ്രകാരമുള്ള ഭരണഘടന നൽകിക്കൊണ്ടിരുന്ന ആ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാതാവുകയും അതിന്റെ സ്റ്റേറ്റ്ഹുഡ് തന്നെ ഒരു സംസ്ഥാന പദവി ഇല്ലാതായി അത് വെറും 2 യൂണിയൻ ടെറിട്ടറികളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ അതിനുശേഷം വീണ്ടും ഡീലിമിറ്റേഷൻ എക്സസൈസുകൾ നടത്തിയിട്ടാണ് പുതിയ നിയമസഭാ മണ്ഡലങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ നിലവിലുണ്ടായിരുന്ന പാർട്ടികളൊക്കെ വീക്കൻ ചെയ്തു പോയി. ലോക്കൽ പാർട്ടീസ് ക്യാമ്പയിനിങ്ങിലേക്ക് വന്നു. അതുമാത്രമല്ല, അവർ എക്കണോമിക് ഇഷ്യൂസ് മാത്രമല്ല, ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു യൂണിയൻ ടെറിട്ടറിയുടെ പ്രത്യേക അവകാശങ്ങളെ സംരക്ഷിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും മറ്റുമൊക്കെ അവിടെ ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി അവിടെ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ഉയർത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു ഇലക്ഷൻ നടക്കുന്നത്. അതിൽ വോട്ടർ പാർട്ടിസിപ്പേഷൻ നന്നായിട്ടുണ്ട് എന്ന് പറയാം. അതായത് ഈ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിലേക്ക് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഭാവിയിൽ ഗവേണൻസിലേക്കും അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലും പബ്ലിക്കിന്റെ പാർട്ടിസിപ്പേഷൻ കാണാൻ വേണ്ടി വരും. അപ്പോൾ വോട്ടർ ടേൺ ഔട്ട് എന്ന് പറയുന്നത്, അതായത് കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തു എന്ന് പറയുന്നത്, ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇലക്ഷനിലും മറ്റുമൊക്കെ ജനങ്ങൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഡെമോക്രാറ്റിക് റൈറ്റ്സിൽ ജനങ്ങൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുവഴി ആ ഒരു ഇലക്ഷനിൽ
എല്ലാ വിഭാഗം ആൾക്കാർക്കും പൊളിറ്റിക്കൽ വോയിസ് നൽകുന്നതിന് വേണ്ടിയും അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച് ആൾക്കാരെ ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം നൽകുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് പറയുന്ന ആൾക്കാരെ വിജയിപ്പിക്കാനുള്ള അവസരം അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇലക്ടോറൽ പൊളിറ്റിക്സിലേക്ക് റിട്ടേൺ ചെയ്തു എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെ ആ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിലേക്ക് ജനങ്ങളുടെ വിശ്വാസം തിരികെ കൊണ്ടുവരുന്നതിനും കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത് ജമ്മു ആൻഡ് കാശ്മീരിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമാകും എന്നുകൂടി നമുക്ക് കാണാൻ പറ്റും. ഇനി അവിടെ എലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് വരും എന്നുകൂടി മനസ്സിലാക്കാം. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ IT റൂൾസിൽ നടത്തിയ അമെൻമെന്റുകളെ റീസെന്റ് ആയിട്ട് ബോംബെ ഹൈക്കോർട്ട് അൺകൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്, വാർത്തയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എങ്കിലും ഓതർ എന്താണ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സെപ്റ്റംബർ 20-ാം തീയതിയാണ് ബോംബെ ഹൈക്കോടതി IT റൂൾസിൽ, അതായത് ഈ ഒരു ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻ അത് ഭരണഘടനാ വിരുദ്ധമാണ്, ഫ്രീ സ്പീച്ചിന് വിരുദ്ധമാണ്, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള ആളെ സംസാരിക്കുന്നതിനെ തടസ്സമിടുന്നതാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ AS ചന്ദ്രൂർക്കർ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജാണ്. അദ്ദേഹമാണ് ഒരു ടൈ ബ്രേക്കിംഗ് ഒപ്പീനിയനിൽ ഈ ഒരു ഫ്രീ എക്സ്പ്രഷനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും അതുപോലെ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും ഫ്രീ സ്പീച്ചിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നമ്മളിടുന്ന പോസ്റ്റുകൾ ഗവൺമെന്റിന്റെ ഫാക്ട് ചെക്ക് യൂണിറ്റ് പരിശോധിച്ച് അത് അനുസരിച്ചാണെങ്കിൽ മാത്രമേ, ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണെങ്കിൽ മാത്രമേ പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതായിരുന്നു കണ്ടീഷൻ. ഇത് ഗവൺമെന്റ് അവരുടെ അധികാരം വർദ്ധിപ്പിക്കുകയാണ്, അതായത് ഓൺലൈൻ ഇൻഫർമേഷനെ ഗവൺമെന്റിന്റെ താല്പര്യത്തിനനുസരിച്ച് മാത്രം അവൈലബിൾ ആക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാനാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കോടതിയുടെ ഒബ്സർവേഷനിൽ നിന്നും ഇത് വളരെ വ്യക്തമായിട്ട്, അതായത് ഗവൺമെന്റിന് ആർബിട്രലി വെറുതെ ഇത് ഫേക്ക് ഇൻഫർമേഷൻ ആണ്, ഇത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻഫർമേഷനെ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റില്ല. അതായത് ഗവൺമെന്റ് ഇതിനെ മിസ്യൂസ് ചെയ്യും എന്നുള്ള വലിയൊരു ആശങ്കയാണ് കോടതിയും പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇന്റർനെറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമുക്ക് ഓപ്പൺലി വലിയൊരു മാസിനോട്, ഒരുപാട് ആൾക്കാരോട് ഒന്നിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റർമീഡിയേറ്റർ ഏതാണ്? അപ്പോൾ ഇനി സെൻസർഷിപ്പ് ഇല്ലാതെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മുടെ അഭിപ്രായങ്ങളെ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവകാശം നമുക്ക് സ്ഥാപിച്ചു നൽകിയാണ് ബോംബെ ഹൈക്കോടതി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഗവൺമെന്റിന് വേണമെങ്കിൽ വ്യത്യസ്ത നാരേറ്റീവ്സ് ഉണ്ടാക്കിക്കൊണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിനെതിരായിട്ടുള്ള ക്രിറ്റിസിസത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്നാൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള സ്റ്റെപ്പാണ് ബോംബെ ഹൈക്കോടതി എടുത്തുള്ളത്. അതുവഴി നമുക്ക് കുറെ കൂടി ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള, അക്കൗണ്ടബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് പറയാൻ പറ്റും. അപ്പോൾ സെൻസർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് റിജക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസിനെ റീഇൻഫോഴ്സ് ചെയ്യുകയും ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യ സംവിധാനത്തിലെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കോടതി വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുകയാണ് ചെയ്യുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ഫ്രീ സ്പീച്ചുമായി ബന്ധപ്പെട്ട വിഷയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് A ആണ്. ഇന്ത്യൻ പൊളിറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സാമിൻ്റെ മാർക്ക് ഡോക്ടറൽ റിസർച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ PhD അഡ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അത് ഈ ഒരു PhDയുടെ ക്വാളിറ്റീസിനെ തന്നെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഡോക്ടറൽ റിസർച്ചിൻ്റെ ക്വാളിറ്റീസിനെ തന്നെ ബാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഓതേഴ്സ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.